യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജ്ഞാനസ്നാന സ്വീകരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് അത് ജോർദാനിലെ വിപ്ലവകരമായ ഒരു കാര്യമാണ് എന്നുള്ളതാണ്. ജോർദാനിലെ വിപ്ലവമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത്, സ്നാപക യോഹന്നാൻ യൂദയ മരുഭൂമിയിൽ പ്രസംഗിച്ചും ജോർദാൻ നദിയിൽ വന്ന് ജ്ഞാനസ്നാനം നൽകിയും അനുതാപത്തിൻ്റെ ശുശ്രൂഷ പ്രസംഗിച്ചുമൊക്കെ നിൽക്കുന്ന സമയത്ത് ധാരാളം മനുഷ്യർ സ്നാപകൻ്റെ അടുത്ത് ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ വരുന്നു. യൂദയായിൽ നിന്ന്, ജെറൂസലേമിൽ നിന്ന്, ജോർദാൻ്റെ മറുകരയിൽ നിന്ന് ഒക്കെ വരുന്നു. അക്കൂട്ടത്തിൽ കർത്താവായ ഈശോയും വരുന്നു. സ്നാപകൻ നൽകുന്ന സ്നാനം എന്ന് പറയുന്നത് അനുതാപത്തിൻ്റെ സ്നാനമാണ്. പാപികളായ മനുഷ്യർക്ക് കൊടുക്കുന്ന സ്നാനം. അവിടെ വന്നതോ സാധാരണ ജനങ്ങൾ വന്നു, ചുങ്കക്കാർ വന്നു, പടയാളികൾ വന്നു. അവർ വരുമ്പോൾ സ്നാപകനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കാരണം സ്നാപകൻ്റെ പ്രസംഗം കേട്ട് അവരുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകുന്നുണ്ട്. അവർ ചെയ്ത തെറ്റുകളെക്കുറിച്ച്, കുറ്റങ്ങളെക്കുറിച്ചൊക്കെ സ്നാപകൻ വളരെ വ്യക്തമായിട്ട് അവരോട് പറയുന്നുമുണ്ട്. അങ്ങനെ പറയുമ്പോൾ സാധാരണ ജനങ്ങളോട് സ്നാപകൻ പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് നിങ്ങൾക്കുള്ളത് പങ്കുവയ്ക്കാൻ പഠിക്കണം എന്നാണ്. എന്നാൽ ചുങ്കക്കാരോട് സ്നാപകൻ പറയുന്നത്, നിങ്ങൾ ആളുകളിൽ നിന്ന് അമിതമായിട്ട് ഈടാക്കരുത്, അത്യാഗ്രഹം കുറയ്ക്കണം. പടയാളികളോട് സ്നാപകൻ പറയുന്നത്, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത് എന്നൊക്കെയാണ്. അപ്പം ഇങ്ങനെ പാപികളായ മനുഷ്യരാണ് സ്നാപകൻ്റെ അടുത്ത് ഈ ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ വന്നത്. അവരൊക്കെ മാനസാന്തരപ്പെടാൻ തയ്യാറായിക്കൊണ്ട്, അവരുടെ പാപങ്ങൾ ഏറ്റുപറയാൻ തയ്യാറായിക്കൊണ്ട് വന്നവരുമാണ്. എന്നാൽ അക്കൂട്ടത്തിൽ യേശു വന്ന് ക്യൂ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വിപ്ലവകരമായൊരു കാര്യം. ദൈവപുത്രനായിരിക്കെ യേശു ഈ പാപികളുടെ കൂടെ നിന്ന് ഈ അനുതാപത്തിൻ്റെ ഈ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത് എന്തിനാണ്? സ്നാപകൻ തന്നെ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കുന്നുവോ? ഇത് ദൈവം മനുഷ്യനോട് താതാത്മ്യപ്പെടുന്നതിൻ്റെ ഏറ്റവും സുന്ദരമായ അടയാളമാണ്. അതാണ് അതിലെ വിപ്ലവം. പാപികളായ മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി യേശു വന്ന് വളരെ അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്ത് രക്ഷിച്ചു പോവുകയല്ല ചെയ്തത്. മറിച്ച് അവൻ ഈ ലോകത്തിൽ ദൈവമായിരിക്കെ തന്നെ മനുഷ്യനായി അവതരിക്കുന്നു. അവൻ സാധാരണ മനുഷ്യരുടെ ഒപ്പമായിരുന്ന് അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും സാധാരണ ജനങ്ങൾ, പാവപ്പെട്ട ജനങ്ങൾ, മാറ്റി നിർത്തപ്പെട്ട മനുഷ്യർ, അനാഥർ, വിധവകൾ, മുറിവേറ്റവർ, ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിലാണ് യേശു കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നതും അവരോട് ഒപ്പമാണ് യേശു കൂടുതലായിട്ട് താതാത്മ്യപ്പെടുന്നതും. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ വാക്കുകൾ നമുക്ക് ഓർക്കാം, ആടുകളുടെ മണമുള്ള ഇടയനാവണം. അത് യേശുവിനെ കണ്ട് പറഞ്ഞതാണ്. അങ്ങനെ യേശു സ്നാപകനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുമ്പോൾ നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു സന്ദേശം ഇതാണ്, അല്ലെങ്കിൽ നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഒരു ബോധ്യം ഇതാണ്: ദൈവം നമ്മുടെ കൂടെ ആയിരുന്നു കൊണ്ട് നമ്മളെ രക്ഷിക്കുന്ന ദൈവമാണ്. നമ്മുടെ ഒപ്പമായിരുന്നു കൊണ്ട് നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ്. ദൈവപുത്രൻ എന്ന നിലയിൽ രാജകൊട്ടാരത്തിലിരുന്നോ സിംഹാസനത്തിലിരുന്നോ ഒക്കെ ചെയ്യേണ്ട കാര്യമാണ് എന്ന് സാധാരണ മനുഷ്യർ ചിന്തിക്കും. ഇത് എങ്ങനെയാണ് ഒരു നേതാവ് പ്രവർത്തിക്കേണ്ടത്, അല്ലെങ്കിൽ സമൂഹത്തിൽ മറ്റുള്ളവരുടെ ഉന്നമനത്തിന് വേണ്ടി ഒരു സാമൂഹ്യ പരിഷ്കർത്താവ്, ഒരു മതനേതാവ്, ഒരു കുടുംബനാഥൻ ഒക്കെ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്നത് ഈ വേദനകളോട് അലിഞ്ഞു ചേരുന്ന, മുറിവുകളിലേക്ക് സാന്ത്വനമായി കടന്നു വരുന്ന ദൈവത്തിൻ്റെ ചിത്രം. അതാണ് യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തിൽ നമ്മൾ ആദ്യം കാണേണ്ട ചിത്രം എന്നെനിക്ക് തോന്നുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്വർഗം തുറക്കപ്പെട്ടു എന്നുള്ളതാണ്. ഈ സ്വർഗം തുറക്കപ്പെടുന്നതിന് മർക്കോസ് സുവിശേഷൻ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, സ്കിസോ എന്ന് പറയുന്നൊരു വാക്കാണ്. അതിനർത്ഥം തുറക്കപ്പെട്ടു എന്നല്ല, യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം പിളർക്കപ്പെട്ടു എന്നാണ്. സ്വർഗവും ഭൂമിയും തമ്മിൽ ഇനി വകഭേദമില്ല. ദൈവം എങ്ങോ മറഞ്ഞിരിക്കുന്ന ഒരാളല്ല, ദൈവം മനുഷ്യരുടെ കൂടെ ആയിരിക്കുന്നവനാണ്. അതാണ് സ്വർഗം പിളർക്കപ്പെട്ടു. ഇനി അത് ദേവാലയത്തിൽ തിരശ്ശീല കീറിയതുപോലെയാണ്. അതായത് യേശു ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ സ്വർഗം പിളർക്കപ്പെടുന്നു, യേശു കുരിശിൽ മരിക്കുമ്പോൾ ദേവാലയത്തിൽ തിരശ്ശീല കീറപ്പെടുന്നു. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ, അവിടെ ദൈവവും മനുഷ്യനും തമ്മിൽ വേർതിരിവുകളില്ല. ദൈവത്തിൻ്റെ മുൻപിലേക്ക് കടന്നു ചെല്ലാൻ ഏറ്റവും യോഗ്യനായ മനുഷ്യൻ ഏറ്റവും വലിയ പാപിയാണ്, പാപബോധമുള്ള മനുഷ്യനാണ്, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിലേക്ക് തിരിയാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനാണ്. മുൻപ് അങ്ങനെയല്ല, ഏറ്റവും വിശുദ്ധനായ പ്രധാന പുരോഹിതൻ മാത്രമാണ് ഈ തിരശ്ശീലയ്ക്കുള്ളിൽ പ്രവേശിച്ചിരുന്നത് എന്ന് നമുക്കറിയാം, അതിവിശുദ്ധ മന്ദിരത്തിൽ. പക്ഷേ യേശുവിൻ്റെ മരണം സാധ്യമാക്കിയത് ഇനി അങ്ങനെയില്ല. ഏറ്റവും വലിയ പാപിയാണ് ദൈവത്തിന് മുമ്പിൽ ഏറ്റവും ആദ്യം കടന്നു ചെല്ലാൻ യോഗ്യനായിട്ടുള്ളവൻ, അനുതാപത്തോടുകൂടെ. അതുപോലെ തന്നെയാണ് ജ്ഞാനസ്നാനത്തിൽ സംഭവിക്കുക. സ്വർഗം നമുക്കായി തുറക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി അനുതാപത്തിൻ്റെ ചിന്തയോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു തയ്യാറെടുപ്പ് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ എന്നുള്ളതാണ്.
ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, സ്നാപകൻ്റെ അടുത്ത് യേശു കടന്നു വരുമ്പോൾ യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെയാണ് പിതാവായ ദൈവം പറയുക, ഇവൻ എൻ്റെ പ്രിയപുത്രനാണെന്ന്. ഇവൻ എൻ്റെ പ്രിയപുത്രനാണെന്ന് പറയുന്നത് യേശു പീഡാസഹനവും കുരിശുമരണവും ഒക്കെ വരിച്ചതിന് ശേഷമല്ല, അതിന് മുന്നെയാണ്. അതിനർത്ഥം ദൈവം എപ്പോഴും തൻ്റെ മക്കളെ, യേശുവിനെ തൻ്റെ മകൻ എന്ന നിലയിൽ മറ്റുള്ളവരുടെ മുൻപിൽ എപ്പോഴും പ്രഘോഷിച്ചതുപോലെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന നമ്മളെ എല്ലാവരെയും ദൈവം എപ്പോഴും ഉയർത്തിക്കൊണ്ട് തന്നെ നിൽക്കുമെന്നുള്ളതാണ്. നമ്മൾ ആരെയും ദൈവം താഴെയിലേക്ക് കൊണ്ടുപോവുകയല്ല, ഉയർത്തിക്കൊണ്ടുപോവുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ മനോഭാവം എന്നുകൂടി ഈ സുവിശേഷ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവം നമ്മോട് താതാത്മ്യപ്പെട്ടതുപോലെ നമ്മൾ വേദനിക്കുന്ന മനുഷ്യരോട് താതാത്മ്യപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു ദൈവാനുഭവം നമുക്കുണ്ടാവുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ശ്രേഷ്ഠമായ പ്രവൃത്തികൾ കണ്ട് അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സമൂഹത്തിൽ ഏറ്റവും മുറിവേറ്റ മനുഷ്യരെയും അതുപോലെ തന്നെ അവഗണിക്കപ്പെട്ട മനുഷ്യരെയും കഴിവുകൾ കുറഞ്ഞ പെട്ട ഒക്കെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരിക, പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതൊക്കെ. സ്നാപകൻ യേശുവിനെ കണ്ടുമുട്ടുന്ന അനുഭവം നമുക്കറിയാം. ഒരു കണ്ടുമുട്ടുന്ന അനുഭവം പെട്ടെന്ന് യേശുവിനെ കണ്ടുമുട്ടി, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ മോചിപ്പിക്കുന്നവൻ എന്ന് ഏറ്റുപറയല്ല, അല്ലെങ്കിൽ പാപങ്ങൾ മോചിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് ഏറ്റുപറയുകയല്ല ചെയ്തത്. ഒരു ദൈവിക അനുഭവത്തിലേക്ക് വന്നതിന് ശേഷമാണ് അത് ചെയ്യുക. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് 4 സ്റ്റേജുകളൊക്കെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടുന്നത് ഈ രീതിയിൽ ഒരു ദൈവാനുഭവത്തിലേക്ക് വരാനുള്ള മനസ്സ് കാണിച്ചുകൊണ്ടും സാധാരണ മനുഷ്യരുടെ ഇടയിൽ താതാത്മ്യപ്പെട്ടുകൊണ്ട്, അവരുടെ മുറിവുകളിൽ, അവരുടെ വേദനകളിൽ അവരോടൊപ്പം താതാത്മ്യപ്പെട്ടുകൊണ്ട് അവരോടൊപ്പം ആയിരുന്നു കൊണ്ടാണ്. സ്നാപകൻ്റെ സ്നാനവും യേശുവിൻ്റെ സ്നാനവും തമ്മിലുള്ള വ്യത്യാസം കൂടി നമ്മൾ അറിയണം. സ്നാപകൻ്റെ സ്നാനം അനുതാപത്തിൻ്റെ സ്നാനമാണ്. അത് പാപികൾക്ക് അനുതപിക്കാനുള്ള ഒരു സ്നാനം മാത്രമാണ്. എന്നാൽ സ്നാപകൻ തന്നെ പറയുന്നുണ്ട്, എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ സ്നാനത്തെക്കുറിച്ച്, അവൻ ആത്മാവിലും അഗ്നിയാലും പരിശുദ്ധാത്മാവിനും സ്നാനം നൽകുമെന്ന് പറയുന്നുണ്ട്. യേശുവിൻ്റെ ജ്ഞാനസ്നാനമാണ് ഒരാളെ രക്ഷയിലേക്ക് കൈപിടിച്ചുയർത്തുക. യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തിലൂടെയാണ് ഒരാൾ യേശുവിൻ്റെ ശരീരമായിട്ട് മാറുക, സഭയിൽ അംഗമായിട്ട് മാറുക, ദൈവപുത്രനായിട്ട് മാറുക, സ്വർഗത്തിന് അവകാശിയായിട്ട് മാറുക. നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതിലൂടെ തീർച്ചയായിട്ടും യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. അപ്പോൾ ഈ ഒരു ജ്ഞാനസ്നാനത്തിൻ്റെ മാഹാത്മ്യം എത്ര വലുതാണ്, എത്ര ശ്രേഷ്ഠമാണ് എന്ന് യേശുവിൻ്റെ ജ്ഞാനസ്നാനം നമ്മെ പഠിപ്പിക്കുന്നു. ഓരോ സ്നാനത്തിലും സ്വർഗം തുറക്കപ്പെടുന്നുണ്ട്. ഓരോ സ്നാനത്തിലും ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പിതാവായ ദൈവം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഓരോ സ്നാനത്തിലും മറ്റുള്ളവരോട് താതാത്മ്യപ്പെടാനുള്ള ഒരു വിളിയും നമുക്കുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. വചനജായ